നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂള് ഒരു പുരുഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ബാധിക്കപ്പെടുന്ന പുരുഷൻ നിരവധി സ്റ്റേജുകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരംഭത്തിൽ അവരത് കാര്യമായിട്ട് എടുക്കുകയില്ല. ഫസ്റ്റ് സ്റ്റേജിൽ അവർക്കത് ഒട്ടും കൂസലില്ലാത്തൊരു കാര്യമായിട്ട് തോന്നുകയുള്ളൂ. അവരും ഈ ബന്ധം പിരിയാൻ തന്നെ തീരുമാനിക്കും. എല്ലാം അവർക്കും ഓക്കെ ആയിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചിലപ്പോൾ പതറാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ അവർ തിരിച്ചു വരികയില്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വലിയൊരു ദുഃഖവും അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷനും എല്ലാം ആയിരിക്കും. പക്ഷേ ഈ സമയത്ത് ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവർ ഏത് രീതിയിൽ അത് റിയാക്ട് ചെയ്താലും ഇല്ല നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് അവരും പോവുകയാണെങ്കിലും നിങ്ങൾ ഒന്നിലും പതറാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്. ഈ നോ കോണ്ടാക്ട് റൂളിൽ ഉറച്ചു നിൽക്കുക എന്നത് മാത്രമാണ്. ഇതിന് സമയമെടുക്കും എന്നതാണ്. ഇതൊരിക്കലും നിങ്ങൾ പാതിയിൽ ഉപേക്ഷിക്കരുത്. തീർച്ചയായിട്ടും ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഷുവറാണ്. ഇനി ഇത്തരത്തിലൊരു കാര്യത്തിലൂടെ പോകുന്ന ഒരു പുരുഷൻ കടന്നു പോകുന്ന അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അതായത് അവർ ആ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അവൾ ഒരു സാധാരണ പെണ്ണിനെ പോലെ പെരുമാറാത്തത് എന്നാവും അവരുടെ ഈ ഘട്ടത്തിലുള്ള ചിന്ത. അതായത് നോർമലി രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരു സൈക്കോളജി പറയുന്ന അനുസരിച്ച് ഒരു സ്ത്രീ ആയിരിക്കും എപ്പോഴും ആ വഴക്ക് തീർക്കാനായിട്ട് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായി ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾ അവരോട് സംസാരിക്കാൻ ശ്രമിക്കാത്തത്, എന്താണ് നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് കെഞ്ചാത്തത്, ഇത്തരത്തിലുള്ള സംശയങ്ങളും ചിന്തകളും എല്ലാം അവരുടെ മനസ്സിൽ വരും. ഇല്ലെങ്കിൽ ഇത്തരത്തിലെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ അങ്ങനെ വരാത്തത് എന്നതാവും അവരുടെ ചിന്ത. അവർ എന്നെ ഓർത്ത് സങ്കടത്തിലായിരിക്കും, ഞാനില്ലാത്തതിൽ ദുഃഖിച്ചിരിക്കുകയായിരിക്കും, എന്നോട് സംസാരിക്കാൻ ശ്രമിക്കും എന്നെല്ലാം അവർ ചിന്തിക്കുന്ന ഒരു സമയമാണിത്. അതേ സമയത്തിൽ നിങ്ങൾ അവരുടെ പിന്നാലെ ചെല്ലുന്നില്ല എന്നത് അവർക്ക് വ്യക്തമാകുമ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അവൾ ശ്രമിക്കാത്തത്, എന്താണ് അവൾക്ക് ഇതിൽ വിഷമം ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് അവൾ എന്നെ ആഗ്രഹിക്കാത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ സ്വയം ചോദിക്കാൻ തുടങ്ങും. നോ കോണ്ടാക്ട് റൂൾ പുരോഗമിക്കുന്നതിന്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ. അതോടൊപ്പം തന്നെ അവർ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ അവഗണിക്കുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് അല്ലെങ്കിൽ സങ്കടമുണ്ട് എന്നത് അവർ മനസ്സിലാക്കുന്ന ഘട്ടമാണിത്. ശരിക്കും മാതൃകാപരമായ മാറ്റങ്ങൾ വളരെ ശക്തമായിരിക്കും. വാസ്തവത്തിൽ നോ കോണ്ടാക്ട് റൂൾ വിജയിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത്. നിങ്ങളുടെ പുരുഷനിൽ ഒരു മാതൃകാപരമായ മാറ്റം കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു. അവൻ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കേണ്ടതിൽ നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു മാറ്റം കൊണ്ടുവരുന്നു. അവർ പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിക്കുന്നു. പക്ഷെ കൂടുതൽ പുരുഷന്മാരും ഇത്തരം മാറ്റങ്ങളെ വെറും നാടകീയതയായിട്ട് കാണുന്നു. ഇതിൽ നിന്നും മാറി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ പുരുഷന്മാർ ഇത്തരം മാറ്റങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ശരിക്കും ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. മാറ്റങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഇത്തരം മാറ്റങ്ങൾ ജീവിതത്തിന് അനിവാര്യമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സ്ത്രീ മൗനമായി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ ഇരിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് ഈ സ്റ്റേജിൽ അവനെ അസ്വസ്ഥനാക്കാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ അവരുടെ ഉള്ളിൽ ഒരു സംഘടനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് പോലും പരിഭ്രാന്തി ഉണ്ടാകാൻ തുടങ്ങും. ഒരുപക്ഷെ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അപ്പോഴും നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ആകുന്നുണ്ട് എന്ന് വേണം ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും. ഈ ഒരു സ്റ്റേജിൽ അവർ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ചിലപ്പോൾ നിങ്ങളുടെ പുരുഷൻ ദേഷ്യത്തോടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, ഭയപ്പെടരുത്. മറിച്ച് അവരിൽ നിങ്ങളുടെ അഭാവം ഒരു മാറ്റം കൊണ്ടുവരുന്നുവെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഇത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് അറിയാതെ കോപത്താൽ വലയുകയാവും. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇനി അടുത്തത് നാലാമത്തെ സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ അവർ ചിന്തിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവളെക്കാളും മികച്ച ഒരാളെ കണ്ടെത്താൻ പോകുന്നു. അത്തരത്തിലുള്ള ശ്രമത്തിലേക്ക് അവർ കടക്കുന്നു. ഇത്തരത്തിൽ അവർ പല സൂചനകളും നൽകും. ഈ ഘട്ടത്തിൽ ഒരു പുരുഷൻ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയത്തക്ക വിധം അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വിധം പല സ്ത്രീകളോടും ഇടപഴകാനും മറ്റും ശ്രമിക്കും. നീ ഇല്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതിനെക്കഴിഞ്ഞും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് എനിക്ക് കിട്ടും, അത്തരത്തിലെല്ലാം ഒന്ന് കാണിക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു സ്ത്രീ കാരണമല്ല നിങ്ങളുടെ ഈ അകൽച്ച എങ്കിൽ ഈ കാണിക്കുന്നതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല.
കാരണം ഇതെല്ലാം നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയോ അതുമല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും അവർക്കൊന്നുമില്ല എന്ന്, അവർക്ക് വേറെ നല്ലൊരു സ്ത്രീയെ കിട്ടുമെന്നും സ്വയം ബോധിപ്പിക്കാൻ കൂടിയുള്ള ഒരു ശ്രമമായിട്ട് മാത്രം ഇതിനെ നിങ്ങൾ കണ്ടാൽ മതിയാകും. കാരണം ഇത്രയും നാൾ നിലനിന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് നിങ്ങളൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ പുറകെ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ച നിങ്ങളാണ് യാതൊരു ബന്ധവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അതവരെ വല്ലാതെ അസ്വസ്ഥരാക്കും. അവരുടെ ദേഷ്യവും നിരാശയും എല്ലാം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലെല്ലാം അവർ ചെയ്യുന്നത്. ഇതെല്ലാം അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള, അവരുടെ ഈ ദേഷ്യത്തിനെയും സങ്കടത്തിനെയും എല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതിയാകും. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇനി 5ാമത്തെ സ്റ്റേജ് നോക്കാം. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്നത് അവർക്കൊരു വേദനയായി മാറിയിട്ടുണ്ടായിരിക്കും. ആ ഒരു വേദന, ആ ഒരു പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇത്. ശരിക്കും 4ാമത്തെ സ്റ്റേജിലെ മാനസിക അവസ്ഥയുടെ ഒരു വിശദീകരണമാണ് 5ാമത്തെ ഈ ഒരു ഘട്ടം. 4ാമത്തെ ഘട്ടത്തിൽ നിങ്ങളുടെ പുരുഷൻ മറ്റൊരുവളെ കണ്ടെത്താൻ ശ്രമിച്ചേക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാവും അതിനവർ ശ്രമിക്കുന്നത്? അവരുടെ മാനസിക സംഘർഷം, അതല്ലെങ്കിൽ ആ ഒരു പെയിൻ, അത് മറക്കാനായിട്ടായിരിക്കും അവർ അത്തരത്തിൽ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഈ സ്റ്റേജിലും, അതായത് 5ാമത്തെ ഈ ഘട്ടത്തിലും കുറച്ചുകൂടി അധികം ആ വേദന അല്ലെങ്കിൽ ആ സങ്കടം ഒഴിവാക്കാനായിട്ട് അവർ പരിശ്രമിക്കും. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി സ്വയം ബിസി ആവാനും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളോ എല്ലാം വഴി സന്തോഷം കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കും. ഇത് അവർക്ക് നിങ്ങളില്ല എന്നുള്ള ആ ഒരു കാര്യം ഫേസ് ചെയ്യാനും ആ ഒരു സങ്കടം ഫേസ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒന്നും കഴിയാതെ വരുമ്പോൾ അവർ സ്വയം അവിടെ നിന്ന് ഒഴിവാകാൻ അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് പറന്നു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു പരിധി വരെ ഇതെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. അതും കഴിഞ്ഞാൽ ഇതൊന്നും നിലനിൽക്കുകയില്ല. കാരണം ഇവർ ആത്മാർത്ഥമായിട്ട് തുടങ്ങുന്ന ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമൊന്നും ആയിരിക്കില്ല അത്. അതുകൊണ്ട് തന്നെ അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവുകയുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ 6ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നത്. 6ാമത്തെ ഘട്ടത്തിൽ അവർ തനിക്ക് എന്താണ് നഷ്ടമായതെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങളെ അവർക്ക് നഷ്ടമായി എന്നത് അവർ മനസ്സിലാക്കാനും ആ യാഥാർത്ഥ്യത്തെ നേരിടാനും നിർബന്ധിതനാകും. ഇനി അയാളുടെ ജീവിതത്തിൽ നിങ്ങളില്ല എന്ന സത്യം അയാളുടെ ചിന്തയിൽ നിറയും. അതിന് താൻ കാരണക്കാരനാണെന്ന ബോധ്യവും അയാളുടെ ഉള്ളിൽ ഉടലെടുക്കും. നിങ്ങളില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയാലും പുരുഷന്മാർ പെട്ടെന്നൊന്നും അത് എക്സ്പ്രസ് ചെയ്യുകയില്ല. ഇനി ഒരിക്കലും നിങ്ങളെ അവർക്ക് ലഭ്യമാകില്ല, നഷ്ടമായി എന്ന ഈ സത്യം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമായാലും അത് അവരിൽ സങ്കടമുണ്ടാക്കിയാലും അവർ ഒരുപക്ഷെ കല്ലുപോലെ നിൽക്കും. ഈ സാഹചര്യത്തിലാണ് അടുത്ത 7ാമത്തെ ഒരു ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നതും. കൂടുതൽ പുരുഷന്മാരും വളരെ ഷാഢ്യ സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം നോ കോണ്ടാക്ട് റൂളിൽ ഉറച്ചു നിൽക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ പുരുഷനും അവരുടെ ഭാഗമാണ് ശരിയെന്ന് ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രസൻസും എല്ലാം അവർ അത്രമേൽ ആഗ്രഹിച്ചാലും നിങ്ങൾ വന്നു മിണ്ടും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അരികിലേക്ക് ചെല്ലും. അതിനെല്ലാം വേണ്ടിയിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. ഈ 7ാമത്തെ ഘട്ടത്തിൽ ഇത്രത്തോളമായിട്ടും നിങ്ങളുടെ പുരുഷൻ നിങ്ങളോട് മിണ്ടാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് പോയി മിണ്ടാവുന്നതാണ്. അത്രയുമൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ അവർ അത്തരത്തിലെല്ലാം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരായിരിക്കും നിങ്ങളെ ഒഴിവാക്കി പോയത്. അവർ തിരിച്ചു വന്ന് മിണ്ടട്ടെ എന്നൊരു ചിന്തയായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് അവരോട് പോയി മിണ്ടാവുന്നതാണ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോൾ യാതൊരുവിധ ഈഗോയുടെയും ആവശ്യമില്ല. കാരണം ഈ സമയത്ത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥയിൽ ഒരു കൈത്താങ് ആവശ്യവുമായിരിക്കും. ആ കൈ നിങ്ങളുടേതാവുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾ അവരോട് കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരുന്ന ഇത്രയും നാൾ അവർ പലതരത്തിലുള്ള വികാരങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അവർ നിങ്ങളിലേക്ക് വരാനും അടുക്കാനും സംസാരിക്കാനും എല്ലാം മടിക്കുന്നത് അവർക്ക് നിങ്ങളെ വെറുപ്പായതുകൊണ്ടല്ല. നിങ്ങൾ അവരിലേക്ക് ചെല്ലുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതാണ് സത്യം. നിങ്ങൾക്ക് തിരിച്ചു ചെല്ലാൻ ഉചിതമായൊരു സമയവുമാണിത്. ഇതാണ് ശരിക്കും നോ കോണ്ടാക്ട് റൂളിന്റെ ശക്തിയും സൗന്ദര്യവും. കാരണം ഇത് നിങ്ങളുടെ പുരുഷനെ പലതരം വികാര തലങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. അവസാനം നിങ്ങൾ അവരിലേക്ക് വീണ്ടും കടന്നു ചെല്ലുമ്പോഴേക്കും അവർക്കൊരു ബോധ്യം വന്നിട്ടുണ്ടായിരിക്കും. അതായത് അവർക്ക് നിങ്ങളെ നഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമായാൽ എന്താണ് എന്നതിനെക്കുറിച്ചും നിങ്ങൾ അവർക്ക് എന്തായിരുന്നുവെന്നും നിങ്ങൾ അവർക്ക് എത്രത്തോളം മൂല്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നതും അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതെല്ലാം അവർ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നോ കോണ്ടാക്ട് റൂള് ഒരു റിവേഴ്സ് സൈക്കോളജി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതും. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് തീർച്ചയായും ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണിത്.